ഹായ് ഹലോ ഷമീമാണേ. ഇന്ന് നമ്മുടെ ഒരുപാട് കാലത്തിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു ഗിവ് അവേയിൽ ഒരു റിസോർട്ട് നമുക്ക് ഗിവ് അവേയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടിങ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നമുക്ക് ഈ ഗിവ് അവേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കല്ല, എൻ്റെ വൈഫിനായിരുന്നു ഗിവ് അവേയിൽ റിസോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മോട് അവർ പറഞ്ഞ ഡേറ്റിൽ നമ്മളെത്തി. നമ്മുടെ 1 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത്. നമ്മൾ കറക്റ്റ് 1 മണിക്ക് തന്നെ എത്തി. സെക്യൂരിറ്റി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് നമുക്ക് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തെന്നു. നമ്മോട് പറഞ്ഞു റിസപ്ഷൻ ഏറ്റവും ടോപ്പിലാണെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് വൈൽഡ് ഏരിയയിലാണ് ഈ റിസോർട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി മുകളിലോട്ട് റിസപ്ഷനിലോട്ട് അങ്ങ് പോവാണ്. അവിടെ എത്തിയിട്ട് അവരോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ വണ്ടി റിസപ്ഷനിലോട്ട് വിട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ റിസപ്ഷനിൽ പോയി അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ നേരെ നമുക്ക് അനുവദിച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു വില്ലയിലോട്ട് എത്തി. ഇവിടെ 4 വില്ലാസാണുള്ളത്. ഇതിൽ ഒരു വില്ലയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏരിയയിൽ കിഡ്സ് ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ ഒരുപാട് ഭംഗിയുള്ള സംഭവങ്ങൾ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വയനാട് വിസ്റ്റ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇത് കുറുമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കപ്പിൾ വില്ലാണ്. ഈ ഒരു ടൈപ്പിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ ക്യാരംസ് കളിക്കാനും അതുപോലെ തന്നെ ഒരു ഫിഷ് സ്പാ തന്നെ ഇവിടെ ഇതിൻ്റെ അടിയിലുണ്ട്. നല്ല എന്താ പറയുക, ഒരു അടിപൊളി സ്പേസസ് തന്നെയായിരുന്നു ഈ ഒരു ഭാഗം. കപ്പിൾസ് വില്ല എന്നാണ് ഇതിന് അവർ പേര് കൊടുത്തിട്ടുള്ളത്. കപ്പിളായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ സിംഗിളായിട്ടുള്ളൊരു വില്ല അങ്ങനെ പറയാം. നല്ല വൃത്തിയും നല്ല ആംബിയൻസും നല്ലൊരു പ്രകൃതി രമണീയം തന്നെ പറയാം. അത്രയും അടിപൊളിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വില്ലയിലായിരുന്നു കേട്ടോ. ഈ ഒരു 4 വില്ല വരുന്നതിൽ ഒരു വില്ലയായിരുന്നു നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അധികം എവിടെയും കാണാത്തൊരു സംഭവം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനി ടർഫ് അതിന് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം, അതുപോലെ തന്നെ വോളിബോള്, ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള മിനി ടർഫ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വില്ല എന്ന് പറഞ്ഞാൽ ഈ 4 വില്ലയിൽ ഒരു വില്ലയായിരുന്നു നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വില്ല ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ലക്ഷറി ഇൻറ്റീരിയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള നല്ലൊരു വില്ലായിരുന്നു നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ഈ ബാൽക്കണിയിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കയാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞാൽ അവർ രാത്രി അതുപോലെ തന്നെ രാവിലെയൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ബാൽക്കണിയിലിരുന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അവർ ആദ്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റൂമിൽ ചെറിയ റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ TV, AC, നല്ല വൃത്തിയുള്ള നല്ലൊരു ബാത്റൂമും എല്ലാം അവരിവിടെ വൃത്തിയായിട്ട് തന്നെ എല്ലാം ഒരു അറേഞ്ച്മെൻറ്റ്സ് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വൈൽഡ് ഏരിയയിലാട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പം കുറച്ച് ഭാഗങ്ങളിൽ വില്ലാസ്, അതുപോലെ തന്നെ പൂള് കുറച്ച് മുകളിലാണ് വരുന്നത്. അപ്പോൾ പൂള് വരുന്ന ഏരിയയിലാണ് നമ്മൾ എത്തിയത്. പൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ പൂൾ തന്നെയായിരുന്നു. നല്ല അടിപൊളി സ്പേസസിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഏരിയ തന്നെ ആ പൂളിലുണ്ട്. ഈ പൂളിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഒരു 25 പേർക്ക് 30 പേർക്കൊക്കെ വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ഹോം സ്റ്റേ ആയിട്ട് നിൽക്കാനുള്ളൊരു സൗകര്യം അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു നല്ലൊരു വൃത്തിയും നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ആംബിയൻസ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ബാംബു വില്ല ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഒരു ഏരിയയിലാട്ടോ. നല്ല വൃത്തി, നല്ല ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു ടേബിൾ, അതുപോലെ തന്നെ നേരെ കോഫി കുടിക്കാനുള്ള അപ്പുറത്ത് വേറെയും ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോഫീൻ്റെ ടൈമായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കോഫി ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് മുകളിലെത്തി. അപ്പോൾ ചെറിയൊരു ബിസ്ക്കറ്റും നല്ലൊരു സ്നാക്സൊക്കെ ആയിട്ട് അവർ കോഫിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ താഴെ കയാക്കിങ്ങുള്ള സൗകര്യം അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയാക്കിങ് വൈകുന്നേരങ്ങളിൽ അവർ പുറത്തുനിന്ന് വരുന്നവർക്കും ചെറിയൊരു ടിക്കറ്റ് എന്തോ എടുത്തു കഴിഞ്ഞാൽ കയാക്കിങ്, അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസോർട്ടിൽ നിൽക്കുന്നവർക്ക് ഇതെല്ലാം അവൈലബിൾ ആയിട്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അറേഞ്ച്മെൻറ്റ്സ്, നല്ല നീറ്റായിട്ട് ഓരോ ഏരിയകളിലും ഓരോ വെറൈറ്റി സംഭവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വില്ലൻ്റെ തൊട്ട് മുകളിൽ തന്നെ നല്ലൊരു ഫിഷ് അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2
വില്ലാസിൻ്റെ ഇടയിലും നല്ലൊരു ഫിഷ് അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റൊക്കെ മങ്ങി വരുന്നുണ്ട്, ചെറിയൊരു തണുപ്പും ആയി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ഏരിയ തന്നെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. സാധാരണ റിസോർട്ടുകളിലൊന്നും കാണാത്തൊരു പ്ലേ ഏരിയാസും അതിൽ ഉപരി എന്താ പറയുക നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വൈകുന്നേരത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞു. നൈറ്റ് വ്യൂവും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഗേറ്റിൻ്റെ ഓപ്പണിങ്ങിൽ പോയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് കയാക്കിങ്ങിൻ്റെ ആ ഒരു വെള്ളം അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം പമ്പ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ചുറ്റും നല്ല അടിപൊളി ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഒരു വ്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ പുറത്തായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെ പറയാം, അടിപൊളിയായിരുന്നു. നല്ല ലൈറ്റിങ്ങും നല്ല സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇവിടുത്തെ നൈറ്റ് വ്യൂ. പിന്നെ നമ്മുടെ പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. എല്ലാ പാക്കേജിലും അവർ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ്ങിലൊരു ടീ, ഒരു ചെറിയ സ്നാക്സ്, ഇതാണ് അവർ പാക്കേജിൽ അവർ കൊടുക്കുന്നുള്ളത്. അപ്പം നമ്മൾ ഈവനിങ്ങിൽ അവർ ഫുഡ് നമ്മൾ എന്താണോ ഓർഡർ ചെയ്യുന്നത് അവർ നമുക്ക് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ എത്തിച്ചേരാൻ എന്ത് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അവർ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നിങ്ങൾ ചിക്കനൊക്കെ മസാല ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ നമ്മൾ ചെയ്തു തരാമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മസാല ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിക്കൻ മസാല ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ഇവർ ക്യാമ്പ് ഫയറും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള സംഭവങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിനി സ്റ്റേജ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പാട്ട് പാടാനോ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തന്നെ ഒരു മിനി സ്റ്റേജ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള തീ അവർ നമുക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അൽഫാം ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം അതൊക്കെ എല്ലാം എന്താ പറയുക, നമുക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് എല്ലാ സഹായത്തിനും നമുക്ക് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഗ്രില്ലിങ്ങിൻ്റെ നമുക്ക് ആ ഒരു തീ കത്തിക്കുന്ന സമയം കൂടെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു ബാംബു വില്ല എന്ന് പറഞ്ഞൊരു വില്ലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബാഗ് കണ്ടു വന്നപ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള തീ കത്തി, അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കാര്യമൊക്കെ നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ നമ്മൾ ഗ്രില്ലിൽ വെച്ച് നമ്മൾ അൽഫാം ഉണ്ടാക്കിക്കൊണ്ടൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇവർ ഉണ്ടായിരുന്നു എല്ലാത്തിനും സഹായിക്കാൻ. അപ്പോൾ നമ്മളും തന്നെ അത് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാനുള്ള മൈക്ക് ബോക്സ് എല്ലാം സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നു. ഇതിപ്പം രാവിലത്തെ വ്യൂ ആട്ടോ ഈ കാണുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഇതൊരു മോർണിംഗ് വ്യൂ ആണ്. ഏറ്റവും രാവിലത്തെ മോർണിംഗത്തെ വ്യൂ നമുക്ക് കിട്ടിയില്ല. ആ ഒരു കോടയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ രാവിലത്തെ വ്യൂ കണ്ടപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ബാജി കറി ഉണ്ടായിരുന്നു പൂരിക്ക്, പിന്നെ പുട്ടുണ്ടായിരുന്നു, പുട്ടിക്ക് നല്ല ചെറുപയർ കറിയും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇത് നമുക്ക് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതിൽ തരുന്നതാണ് നമ്മൾ ഈ പാക്കേജിൽ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത് തലേ ദിവസം 1 മണിക്കായിരുന്നു, ചെക്കൗട്ട് രാവിലെ 10 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ. അപ്പോൾ നമുക്കിവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ്
ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് എന്തിനും നമ്മുടെ സഹായത്തിന് അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു വ്യൂ തന്നൊരു റിസോർട്ട് തന്നെയായിരുന്നു. നമ്മൾ ഗിവ് അവേ കിട്ടി വന്നത് നമുക്കൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഉഷാറായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിസോർട്ട് സജസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വയനാട് കുറുമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഫാമിലി ആയിട്ട് കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസായിട്ട് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുള്ളൊരു റിസോർട്ട് തന്നെയാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് മറക്കണ്ട, വയനാട് വിസ്റ്റ.